ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞതായിരുന്നു എന്നെ സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. എന്നുവെച്ചാൽ എനിക്ക് ആക്ച്വലി വേറൊരാളെ കുറിച്ചിട്ടാണെങ്കിലും ഞാൻ ചിലപ്പോൾ സംസാരിക്കാൻ പറ്റിയാണ്. സ്റ്റെല്ലിച്ചി എന്നുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ് എനിക്ക്. റെയിൽവേ 2017 ജോയിൻ ചെയ്ത ടൈമിൽ ഫസ്റ്റ് ഡേ കൗണ്ടറിൽ ഇരിക്കുന്നത് തന്നെ സ്റ്റെല്ലിച്ചിന്റെ അപ്പുറം ഇരിക്കുന്നത്. അപ്പൊ തന്നെ സ്റ്റെല്ലിച്ചി മോനെ നീ ഒന്നും പേടിക്കണ്ട, ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട്, നീ ഇരുന്ന് ടിക്കറ്റ് അടിച്ചോ. വേറൊരു വ്യക്തി ആ സമയത്ത് ട്രെയിനിങ് തരുന്ന ടൈം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. സ്റ്റെല്ലിച്ച് എന്നിട്ട് ബാക്കിലിരുന്നു, ഞാൻ ഇരുന്ന് ടിക്കറ്റ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. ഞങ്ങൾ കൂടുതലും പേഴ്സ് ആയത് ഐ തിങ്ക് കോവിഡ് ടൈമില് അങ്ങനെ ഓഫീസൊന്നും ഇല്ല. ഞാനും സ്റ്റെല്ലിച്ചും അഞ്ജലി ഞങ്ങൾ 3 പേരുടെ സ്റ്റേഷനിൽ ഉണ്ടാവുക, വേറൊരു വ്യക്തി ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ 3 ഇത് വളരെ ഹാപ്പി ആയിട്ട് മോർണിംഗ് 9 o'clock എത്തും, ലഞ്ചൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് ഈവനിങ്ങിൽ ചായ ഒക്കെ കുടിച്ച് മെല്ലെ ഇനി പോവാല്ലേ എന്നും പറഞ്ഞിട്ട് മെല്ലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ പോകും. ആ ഒരു കേസിലായിരിക്കും ഞങ്ങൾ കൂടുതൽ ക്ലോസ് ആയിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു വഴക്ക് പറയാനായാലും സ്നേഹിക്കാനായാലും സ്റ്റെല്ലിച്ചിനെ പോലെ ഒരു മദർലി ഫിഗർ ആയിട്ട് ഞങ്ങളിപ്പം കണ്ടിട്ടുള്ളൂ. സ്റ്റെല്ലിച്ചി പോകുന്നതിൽ ഇനിയിപ്പം ചേച്ചി പറഞ്ഞതുപോലെ ഇനി ഓഫീസിൽ പോകുമ്പോൾ എന്തോ മിസ്സിങ് പോലെ ആലോചിക്കുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ സ്റ്റെല്ലിച്ചി ഉണ്ടാവില്ല. ഇപ്പം തന്നെ ഓഫീസിൽ പോകുമ്പോൾ സ്റ്റെല്ലിച്ചി റെസ്റ്റ് ദിവസമായി ആ സ്റ്റെല്ലിച്ചി ഇല്ലല്ലേ എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പൊ ഇനി മുമ്പോട്ട് സ്റ്റെല്ലിച്ചിനെ അത്രയ്ക്കും മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിനൊന്നും പറയുന്നില്ല. ഇനി ഐ ഹോപ്പ് സ്റ്റെല്ലിച്ചിക്ക് മുമ്പോട്ട് റിട്ടയർഡ് ലൈഫ് അത്രയ്ക്കും ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ആയിക്കോട്ടെ. താങ്ക് യു. സന്തോഷ് സർ, CGS വളവണ്ണം. പിന്നല്ല എനിക്ക് ഞാൻ വറക്കുന്നതാണ്. എനിക്ക് തോന്നി ഇരിക്കെ കിച്ചൺ വരെ ഇരുന്ന് ഇല്ല. എന്തെല്ലോ പറയണം, എന്നാലും ഒന്നും പറയുന്നില്ല. പറഞ്ഞു ചന്ദ്രശേഖരൻ സാർ.